നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിലെ മെമ്മറി കാർഡ് പരിശോധിച്ചതിനെപ്പറ്റി അന്വേഷണം നടന്നില്ല എന്ന ആക്ഷേപം അന്നുണ്ടായിരുന്നു. ഇപ്പോഴ് നടി അതിന് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകയായ വൃന്ദ ഗ്രോവർ മുഖേന ഹൈക്കോടതിയിൽ മെമ്മറി കാർഡ് ചോർത്തലിന് പുനരന്വേഷണം വേണം എന്ന് പരാതി കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസിലെ ജില്ലാ സെഷൻസ് കോടതി പ്രതികളെ ചിലരെ നടനെയും 7-ാം പ്രതിയും 9-ാം പ്രതിയെയും വെറുതെ വിട്ട സംഭവം, അതിന് അപ്പീൽ സർക്കാർ ഇപ്പം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കേസിനൊരു അപ്പീൽ വ്യക്തിപരമായി ഇപ്പോൾ ഹൈക്കോടതിയിലെ വൃന്ദ ഗ്രോവർ മുഖേന കൊടുക്കും എന്ന വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് ചോർന്നതിന് ഒരു പുനരന്വേഷണം വേണം എന്നാണ് വൃന്ദ ഗ്രോവർ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായ ഒരു ലീഗൽ ട്രസ്റ്റ് രൂപീകരിച്ച് അവരാണ് പണമുണ്ടാക്കി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകയെ കൊണ്ടുവന്നത്. ആ ലീഗൽ ട്രസ്റ്റ് കോഴിക്കോട് പലരിൽ നിന്നും പണം വാങ്ങി ഈ കേസ് നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭമായിട്ടാണ് വൃന്ദ ഗ്രോവർ ഇവിടെ വന്നതും കേരള ഹൈക്കോടതിയിൽ അപ്പീല് കേസ് വെറുതെ വിട്ടതിന് അപ്പീൽ ഫയൽ ചെയ്തു. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ ചോർത്തി എന്ന് അന്ന് ആക്ഷേപമുണ്ട്. അതിനെപ്പറ്റി ആ കോടതി, എറണാകുളം ജില്ലാ കോടതി അന്വേഷിച്ചില്ല. അത് കോടതിയുടെ ഭാഗത്ത് ഒരു വീഴ്ച തന്നെയാണെന്ന് അന്നേ ആക്ഷേപമുണ്ട്. മെമ്മറി കാർഡ് ചോർന്നത് തുടക്കത്തിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. അവിടെ വെച്ച് ചോർന്നു. അവിടുന്ന് അത് കമ്മിറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സെഷൻസ് കോടതി വന്നപ്പം അവിടെയും ചോർന്നു. അവിടുന്ന് ട്രയൽ കോടതിയിൽ വന്നു കഴിഞ്ഞപ്പം ആ മെമ്മറി കാർഡ് അവിടെയും ചോർന്നു. അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. അതിന് ഹൈക്കോടതിയിൽ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അന്ന് പെറ്റീഷൻ കൊടുത്തിരുന്നു. പക്ഷേ ഹൈക്കോടതി അത് ജില്ലാ കോടതിയിലേക്ക് റെഫർ ചെയ്ത് കളഞ്ഞു. ജില്ലാ കോടതി, ട്രയൽ കോടതി കൃത്യമായി അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോലീസിനായിരുന്നു റെഫർ ചെയ്യേണ്ടത്. ആ കോടതി തന്നെ ചില വെരിഫിക്കേഷൻ നടത്തി ആ ഭാഗം ക്ലോസ് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തൊരു നിയമപരമായ ഒരു പാളിച്ച തന്നെയാണ്. കോടതിയിലായാലും എവിടെയായാലും ശരി, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് റെഫർ ചെയ്ത് അന്വേഷിക്കുന്ന ആണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ആ ആളെ കണ്ടെത്താനും ആ സാധനം റിക്കവർ ചെയ്യാനും ഒക്കെ പോലീസിനെ കൊണ്ടേ കഴിയുള്ളൂ. ഇവിടെ തൊണ്ടി ക്ലാർക്ക് ആ തൊണ്ടി മാറ്റം ചെയ്തതിന് തിരുവനന്തപുരത്തെ കോടതിയിലെ ഒരു MLAയും അവിടുത്തെ തൊണ്ടി ക്ലാർക്കിനെയും എതിരായി ഇവിടുത്തെ ഒരു കോടതി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. അപ്പോൾ അവിടെ അപ്പീൽ പരിഗണിച്ചില്ല. സുപ്രീം കോടതി പോയി, അവിടെ പരിഗണിക്കാതെ തിരിച്ച് റിമാൻഡ് ചെയ്തത് ഇവിടെ വന്ന ചരിത്രം നമുക്കുണ്ട്. ഇവിടെ സുപ്രീം കോടതിയെ സീനിയർ അഭിഭാഷകൻ വൃന്ദ ഗ്രോവർ കൃത്യമായി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു അന്വേഷണം വേണം. അവിടെ കൊണ്ട് പാളിച്ചയായ ആ കേസിൽ നമുക്കറിയാം, അതിനകത്ത് ഏകദേശം 438 ദിവസം ട്രയൽ നീണ്ടു ചരിത്രം നമുക്കറിയാം. പല പല കാരണം കൊണ്ട് ആ ട്രയൽ നീണ്ടു. ആദ്യം കൊടുത്ത കുറ്റചാർജിന് ശേഷം പുതിയ എവിഡൻസ് വന്നപ്പോൾ റീഇൻവെസ്റ്റിഗേഷൻ, വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന് രണ്ടാമത് ഒരു കുറ്റചാർജ് കൊടുക്കുകയും ചെയ്തു. 833 രേഖകൾ അതിനകത്തുണ്ടായിരുന്നു. ഏതായാലും ഹാഷ് വാല്യൂ മാറിയതിനെപ്പറ്റി കോടതി അത്ര കാര്യമായ ഒരു അന്വേഷണം നടത്തിയില്ല. കോടതിക്ക് അന്വേഷണം നടത്തി അതിൻ്റെ പ്രതികളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ടി സാധനങ്ങൾ അത് റിക്കവർ ചെയ്യാനോ കഴിയില്ല. പക്ഷേ അത് പോലീസിന് കോടതി റെഫർ ചെയ്യില്ല. അതൊരു വലിയ പാളിച്ച തന്നെയാണ്. സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്ന ഒരു കോടതിക്ക് തീർച്ചയായിട്ടും കോടതിനെ ആ കോടതി അറിയാതെ, ജില്ലാ ജഡ്ജി അറിയാതെ മെമ്മറി കാർഡ് ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൊരു അന്വേഷണം പോലീസ് നടത്തുന്നത് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമായിരുന്നു.
അന്ന് നമ്മളെപ്പോലുള്ളവർ അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആരോപണമൊന്നും വരില്ല. അന്ന് പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആരാണത് ചോർത്തിയത് എന്ന് മനസ്സിലാകുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോൾ 2012 ഒരു സിനിമയിലെ ദിലീപ് തന്നെ സെക്സിന് കൊട്ടേഷൻ കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 2017 ഈ സംഭവം ഉണ്ടാകുന്നത്. അതേ രീതിയിലൊരു സംഭവം ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇത് 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് ഈ കേസിനകത്ത്. പക്ഷേ അവർക്ക് മോട്ടീവ് എന്താണെന്ന് കോടതിക്ക് പറയാൻ കഴിഞ്ഞില്ല. എന്തിനാണ് അവർ ആ അതിജീവിതയെ പോയി പീഡിപ്പിച്ചത്? അതൊരു കൊട്ടേഷനാണെന്ന് പീഡനം തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രതി പറയുകയും ചെയ്തു. അയാൾക്ക് അതിനൊരു മോട്ടീവില്ല. പീഡിപ്പിക്കുന്നതിന് അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. പക്ഷേ എങ്ങനെയാണ് അതിന് അവർ ആ അതിജീവിതയെ പീഡിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കാനോ അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. അവർക്ക് മോട്ടീവ് ഇതിനകത്ത് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെളിവില്ല എന്ന് കോടതി പറഞ്ഞെങ്കിലും ആ പ്രതികൾക്ക് എന്താണ് മോട്ടീവ്? അതൊരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റിഗേഷൻ സമയത്തും ഒരു കേസിൻ്റെ ട്രയൽ സമയത്തും കൃത്യമായൊരു മോട്ടീവ് കോടതിയിലെ പോലീസ് പറയണം. അത് അൺറിലയബിൾ ആണെങ്കിൽ ആ കോടതി തന്നെ ആ മോട്ടീവിൻ്റെ കാരണം പറയേണ്ടി വരും. കാരണം സാക്ഷികളെല്ലാം വിസ്തരിച്ചിട്ടുണ്ട്, പലരും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോട്ടീവില്ലാതെ ആണ് ആ 6 പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നത്. അതേസമയത്ത് ആ കേസിനകത്ത് മെയിൻ പ്രതിയായ നടനെ വെറുതെ വിടുകയും ചെയ്തു. നടൻ്റെ സുഹൃത്തായ 7ാം പ്രതിയെയും വെറുതെ വിട്ടു. അവരെ 2 പേരുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ആ 2 പേരെയും വെറുതെ വിട്ടിട്ട് മോട്ടീവില്ലാത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. കോടതി ശിക്ഷയുടെ അന്ന് അതിനകത്ത് ഒരു പ്രതി ഈ അതിജീവിതയുടെ ഈ ഫോട്ടോയും മറ്റും അവരെ അത് ഇട്ടൊരു സോഷ്യൽ മീഡിയയിൽ അയാൾ ചില വാർത്തകളിട്ട് ചില ദൃശ്യങ്ങളിട്ടിട്ട് പോയി. ജയിലിൽ കയറുന്നതിന് മുമ്പ് വൈരാഗ്യത്തിന് അയാൾ ചെയ്തത്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ അതിജീവിതയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട്, അത് വെളിയിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്നും ആ കോടതിയിൽ ഇവരെയെല്ലാം വെറുതെ മെയിൻ പ്രതികളെ വെറുതെ വിട്ടെങ്കിലും 1 മുതൽ 6 വരെ ശിക്ഷിച്ചെങ്കിലും അതിജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൃശ്യങ്ങൾ ഇന്ന് പുറത്ത് പലരുടെ കൈവശമുണ്ട്. പലരെയും അത് ദുരുപയോഗം ചെയ്യും. അത് ദുരുപയോഗം ചെയ്യലാണ് ഒരു പ്രതി ആ ശിക്ഷ വിധിച്ചപ്പം തന്നെ അയാൾ ജയിലിലേക്ക് പോകുന്നതിനിപ്പുറം അത് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതിജീവിതയുടെ ചില ദൃശ്യങ്ങളൊക്കെ അയാൾ സോഷ്യൽ മീഡിയയിൽ അയാൾ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പം ഏതായാലും കറക്റ്റ് ട്രാക്കിലേക്ക് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇനിയെങ്കിലും പോകണം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ മെമ്മറി കാർഡിലാണ് അതിനകത്ത് കോടതിയിൽ നിന്ന് ആ മെമ്മറി കാർഡ് അതിനകത്ത് ചില ദൃശ്യങ്ങൾ പകർത്തിയോ അത് ടാമ്പർ ചെയ്യുകയോ ചെയ്തു എന്ന് അന്ന് മുതൽ ആരോപണമുണ്ട്. അതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം വേണം. അത് ഹൈക്കോടതി അനുവദിക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം അതേപ്പറ്റി ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു പെറ്റീഷൻ വന്നപ്പോൾ ഹൈക്കോടതി ആ പെറ്റീഷൻ ആ സെഷൻസ് കോടതിയിൽ ട്രയൽ കോടതിയിലേക്ക് തന്നെ റെഫർ ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ട്രയൽ കോടതി അത് പോലീസിൽ ഇൻവെസ്റ്റിഗേഷന് കൊടുക്കണമായിരുന്നു, നടന്നില്ല. അത് വലിയൊരു ആരോപണമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ശിക്ഷിച്ച പ്രതികൾക്ക് ഒരു മോട്ടീവ് ഇല്ല എന്നാണ് തുടക്കം മുതലേ നമ്മൾ. കാരണം എന്തിനാണ് അവരത് ചെയ്തത്? അവർക്ക് സാമ്പത്തിക നേട്ടമില്ല. അങ്ങനെ അതിജീവിതത്തിൽ പൈസ വേണമെന്ന്, ഈ ദൃശ്യം ഞങ്ങൾ തിരിച്ചു തരാൻ പൈസ വേണമെന്ന് ചോദിച്ചില്ല. അവരുമായിട്ട് നേരത്തെ ഒരു ട്രാൻസാക്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ എന്തായിരുന്നു അത്? അവരുമായിട്ട് അവരെ പല സിനിമയിൽ നിന്ന് പുറത്താക്കിയത് ആ നടനായിരുന്നു. ആ നടന് മോട്ടീവ് കൊണ്ട് അതൊക്കെ കോടതിയിൽ കൃത്യമായിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമത് ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ ദൃശ്യത്തിൻ്റെ കോപ്പി റിക്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാടകീയമായ ഒത്തിരി രംഗങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അവർ കൃത്യമായി നടത്തിയെങ്കിലും കോടതിയിലെ ട്രയൽ സമയത്ത് ഇതൊന്നും പരിഗണിക്കാതെ ആ കേസിലെ മെയിൻ പ്രതികളെ കോടതി അക്വിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും അത് പര്യവസാനിക്കത്തില്ല ആ കേസിൻ്റെ ട്രയലോ അല്ലെങ്കിൽ ഇനി റീഇൻവെസ്റ്റിഗേഷനോ ഒക്കെ അതങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ നീക്കം ഹൈക്കോടതിയുടെ
അവിടെ അവർക്ക് അനുകൂലമായ വിവരം കിട്ടിയില്ല, നേരെ അത് സുപ്രീം കോടതിയിൽ പോവും. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു മോട്ടീവ് ഇല്ലാതെ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി തീർച്ചയായിട്ടും പരിഗണിക്കും. മോട്ടീവില്ലാതെ എന്തിനാണ് ആ കുറ്റം ചെയ്തത്? അപ്പം വേറെ ആരോ ഉണ്ടെങ്കിൽ ചെറിയൊരു സംശയം മതി ആ ആളെ കൺവിക്റ്റ് ചെയ്യാൻ. ആ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. ആൾക്കെതിരായിട്ട് ധാരാളം എവിഡൻസ് ഒന്നും അത് റിലയബിൾ അല്ല എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് ഈ കേസിൻ്റെ ട്രയല് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ട്രയൽ കഴിഞ്ഞ ശേഷം ഇതും അതിജീവിത ഒരു അപ്പീൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അന്വേഷിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്, അത് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിന് ഇനി നടക്കുന്നതിലും തടസ്സമില്ല. കാരണം അന്വേഷണം നടത്തിയത് കോടതി അതേപടി സ്വീകരിച്ചിട്ടില്ല. അതിനകത്ത് ഇനി എവിഡൻസുകൾ വെളിയിൽ ധാരാളം കിടപ്പുണ്ട്. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണമെന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡിൻ്റെയെങ്കിലും ഒരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. കോടതിയുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.